എഫെസ്യ ലേഖനത്തിലെ ആശയധനങ്ങളുടെ കലവറ 7 താക്കോലുകൾ ഉപയോഗിച്ച് തുറക്കുവാൻ സാധിക്കും. അവയിൽ ഒന്നാമത്തെ താക്കോൽ കൃപയാണ്. ദൈവകൃപയുടെ സുവിശേഷമെന്ന അപരനാമത്തിന് അർഹമാകത്തക്ക വിധം കൃപയെക്കുറിച്ച് 12 പ്രാവശ്യം ലേഖനത്തിൽ എടുത്തു പറയുകയും അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രസ്ഥാനം പിടിച്ചുപറ്റുകയും ചെയ്യുന്നു. രണ്ടാമത്തെ താക്കോൽ ആത്മാവാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സത്തയും ചക്രവാളവും എടുത്തു കാട്ടുന്ന ആത്മാവ്, ആത്മീകം എന്നിവ 17 പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് ആശയധനങ്ങളുടെ കലവറ ഇതിൽ എടുത്തു കാട്ടുന്നു. 3. സ്വർഗത്തിലെന്നോ സ്വർഗോന്നതങ്ങളിലെന്നോ 5 പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് സ്ഥലകാലാതീതമായി ദൈവസന്നിധാനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. 4. മറഞ്ഞുകിടക്കുന്ന ദൈവിക സത്യം വെളിപ്പെടുത്തുന്നതിനായി മർമ്മം അഥവാ രഹസ്യം 5 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. 5. സഭയുടെ സജീവ ഘടനയെ കാണിക്കുവാനും സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു എന്ന പ്രധാന ആശയം പകർന്നു നൽകുവാനുമായി ശരീരം എന്ന പദം 8 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. നടക്കുക എന്നാൽ പ്രത്യേക ജീവിതശൈലി അവലംബിക്കുക എന്ന അർത്ഥത്തിൽ ആശയധനങ്ങളുടെ കലവറ തുറക്കുവാൻ ഇത് 8 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ എന്നും അവനിലെന്നും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനോടും സഭയോടുമുള്ള ഐക്യജീവിതത്തിൻ്റെ അനുപേക്ഷണീയതയെ തുറന്നു കാട്ടുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ മാനസാന്തരപ്പെട്ട് നീതീകരണം പ്രാപിച്ച് അവിടുത്തെ ശരീരമാകുന്ന സഭയിലെ അംഗമായി ആത്മാവിൻ്റെ ശക്തിയാൽ ജീവിച്ച് നിത്യതയുടെ വാസസ്ഥലമായ സ്വർഗത്തിലെത്തുവാൻ ഈ വേദപഠനം സഹായിക്കട്ടെ. ദൈവിക സത്യങ്ങളുടെ മർമ്മം ലഭിക്കുവാനും ശരിയായി ഗ്രഹിക്കുവാനുമായി അവിടുത്തെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി വാഞ്ചിക്കാം. ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം നിറവേറ്റുവാനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.